നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ. പ്രതിബന്ധുവായ 12കാരി പിന്നിൽ സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയം. ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റിക്ക് മർദ്ദനം, അക്രമം. യുവാവിനോട് പാസ് കാണിക്കാൻ പറഞ്ഞ വിരോധത്തിൽ അസഭ്യവർഷവും കയ്യാങ്കളിയും. ജീവനക്കാരൻ പവനന്റെ കൈവിരലൊടിഞ്ഞു. പ്രതിഷേധിച്ച് ജീവനക്കാർ. അഞ്ചരക്കണ്ടി പഞ്ചായത്തിന് മാലിന്യമുക്തം പ്രഖ്യാപനം നടന്നു. ഹരിത പഞ്ചായത്ത് കൈവരിക്കാൻ കടമ്പകൾ ഏറെയുണ്ടായതായി പ്രസിഡന്റ്. പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12കാരിയാണെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത്. 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭീതി കാരണമാണ് കുഞ്ഞിനെ കൊന്നതെന്ന് 12കാരി മൊഴി നൽകി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. മാതാപിതാക്കളില്ലാത്ത 12 വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് 12കാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വാടക ക്വാർട്ടേഴ്സിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ 4 മാസം പ്രായമായ യാസികയെ സഹോദരി അർദ്ധരാത്രിയോടെ എടുത്ത് വീടിന് സമീപത്തെ കിണറ്റിലിട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. ഒരു 4 മാസ കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ ആ സമയത്തിൽ ഞങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് അവിടെ പോയി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓബ്വിയസ് ആയിട്ട് 4 മാസ കുട്ടി കിണറ്റിലുള്ളതിന് ഒരു സസ്പെഷൻ ഉണ്ടാവും. ഇപ്പോൾ അത് അന്വേഷണത്തിൽ അത് ഒരു മർഡർ പോലെ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അത് മർഡർ ചെയ്തത് ഒരു 12 വയസ്സ് കുട്ടി. വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷണത്തിൽ വെച്ചു. ബട്ട് 7ാമത് വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ശുചിമുറിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് 12 വയസ്സുകാരിയാണ് മുത്തുവിനെയും ഭാര്യയെയും വിളിച്ച് കാര്യം പറഞ്ഞത്. ക്വാർട്ടേഴ്സിന്റെ മറ്റു മുറികളിലായി ഇതര സംസ്ഥാന തൊഴിലാളികളും താമസിച്ചിരുന്നു. യാസികയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയതോടെ താമസക്കാർ ചേർന്ന് പുറത്തെടുത്തു. അപ്പോഴേക്കും മരിച്ചിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച 10 ക്ലാസിക് കൃതികൾ പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പ്രകാശന കർമ്മം നിർവഹിച്ചു. എല്ലാ ആളുകളോടൊപ്പം കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ആളുകളെ കൂടി എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ മുന്നിലുള്ളത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ബ്രെയിലി സാക്ഷരത ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുള്ളതും കേരളം ആരംഭിച്ച സാക്ഷരതാ പ്രവർത്തനം ലോകത്തിനാകെ മാതൃകയായിത്തീരുന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, ബ്ലൈൻഡ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, മുരളീധരൻ TN, ടൈനി, സൂസൻ ജോൺ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, PK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ജയ് കുമാർ മിത്ര പെട്ടെന്ന് എഴുന്നേറ്റ് തൂക്കുമരത്തിന്റെ അടുത്തെത്തി. തൂക്കുമരത്തിന്റെ ഭാഗങ്ങൾ വിവരിച്ചു വിടാതെ ഇതാണ് തൂക്കുമരത്തിന്റെ പ്രധാന ഭാഗം. പ്രഥമ TN പ്രകാശ് സാഹിത്യ പുരസ്കാരം R ഷനോജിന്. ചന്ദ്രന്റെ കാലുടിഞ്ഞ പുണ്യാളൻ എന്ന കഥാസമാഹാരത്തിന് നൽകുമെന്ന് അവാർഡ് നിർണയ സമിതി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4444 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മാർച്ച് 24 വൈകുന്നേരം 4 മണിക്ക് ശിക്ഷക് സദനിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കഥാകൃത്ത് T പത്മനാഭൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 30 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടി നടത്തിയ മത്സരത്തിൽ KS ആർദ്ര എഴുതിയ നളിനി കാണ്ഡം എന്ന ചെറുകഥ 1ാം സ്ഥാനത്തിന് അർഹമായി.
5000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. TN പ്രകാശിന്റെ കുടുംബമാണ് പുരസ്കാര തുക നൽകുക. ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ, അഡ്വക്കേറ്റ് KK രമേശ് എന്നിവരടങ്ങിയ ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. മാർച്ച് 24 വൈകുന്നേരം 4 മണിക്ക് ശിക്ഷക് സദനിൽ അനുസ്മരണ സമ്മേളനം നടക്കും. കഥാകൃത്ത് T പത്മനാഭൻ പുരസ്കാരങ്ങൾ സമർപ്പിക്കും. CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. TN പ്രകാശിന്റെ കഥാജീവിതവും വ്യക്തിജീവിതവും ആസ്പദമാക്കി കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രകാശവർഷങ്ങൾ എന്ന ഓർമ്മ പുസ്തകം ഡോക്ടർ KP മോഹനൻ TN പ്രകാശിന്റെ മകൾ തീർത്ഥ പ്രകാശിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും. PVK പനയാൽ TN പ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ബാലകൃഷ്ണൻ കൊയ്യാൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. പ്രിയ സുഹൃത്ത് പ്രകാശ് ഇപ്പോഴും യുവാക്കളുടെ കഥകളും അവരുടെ സൃഷ്ടികളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുകാരനാണ് TN പ്രകാശ്. പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ പുതിയ കഥകൾ ആഴ്ചപ്പതിപ്പിലൊക്കെ വരുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളോടൊക്കെ പ്രത്യേകിച്ചിട്ട് പറയായിരുന്നു, അത് വായിച്ചു നോക്കൂ എന്ന്. അപ്പം അങ്ങനെയുള്ള പ്രകാശിൻ്റെ ഈ അനുസ്മരണ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ഒരു യുവപ്രതിഭയ്ക്ക് നൽകാം എന്നാണ് നമ്മൾ പുരസ്കാര സമിതി എത്തിച്ചേർന്നത്. അത് അതായത് പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കിയപ്പോൾ ഒരു പ്രത്യേക വെളിച്ചം, ഒരു പ്രത്യേക സന്ദേശം നമ്മൾക്ക് ഒരു മനസ്സിന് നമുക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഷനോജ് R ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന കഥാസമാഹാരമാണ്. അതായത് മിത്തും സമുദായ ജീവിതവും ദേശചരിത്രവും ഒക്കെ താളത്തിൽ കോർത്തിണക്കിയിട്ടുള്ള കഥകളാണ് സനോജ് R-ൻ്റേത്. അദ്ദേഹം ന്യൂസ് 18-ൻ്റെ കോപ്പി റൈറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹം നേരത്തെ ന്യൂസ് 18-ൻ്റെ കോപ്പി എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കഥകൾ പരിശോധിച്ചതിൽ ആർദ്ര KS എഴുതിയ നളിനി കാന്തം എന്ന ചെറുകഥ 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നു. TN പ്രകാശിന്റെ ഈ കടൽ തീര നിലാവിൽ എന്ന കഥയെ ആസ്പദമാക്കി സുരേഷ് ബാബു ശ്രീസ്ത തയ്യാറാക്കിയ ഏകപാത്ര നാടകം K പ്രദീപ് കുമാർ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ കൊയ്യാൽ, TN പ്രകാശിന്റെ ഭാര്യ ഗീത പ്രകാശ്, ജൂറി അംഗം KK രമേശ്, അനുസ്മരണ സമിതി ചെയർമാൻ NT സുധീന്ദ്രൻ, കൺവീനർ TP വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈസ് പ്രസിഡന്റുമായ T പ്രസന്നയാണ് ബജറ്റ് അവതരണം നടത്തിയത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ മുൻഗണന നൽകിയ മേഖലകളിലെല്ലാം നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പദ്ധതികൾക്കായി തുക വകയിരുത്താൻ നമ്മുടെ ബജറ്റിലും ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും കോർപ്പറേഷൻ ഫണ്ടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും ഉൾപ്പെടെ ഫണ്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ആമുഖ പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KM മാത്യു സ്വാഗതം പറഞ്ഞു. 1,21,13,910 രൂപ പ്രാരംഭ ബാക്കിയും 21,19,65,790 രൂപ വരവും ഉൾപ്പെടെ 22,40,79,700 രൂപ ആകെ വരവും 21,62,83,548 രൂപ ചെലവും 72,71,724 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കാർഷിക മേഖലയ്ക്കാണ് പ്രത്യേക ഊന്നൽ നൽകിയത്. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള സേവന മേഖലകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ. പ്രതിബന്ധുവായ 12കാരി പിന്നിൽ സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയം. ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റിക്ക് മർദ്ദനം, അക്രമം. യുവാവിനോട് പാസ് കാണിക്കാൻ പറഞ്ഞ വിരോധത്തിൽ അസഭ്യവർഷവും കയ്യാങ്കളിയും. ജീവനക്കാരൻ പവനന്റെ കൈവിരലൊടിഞ്ഞു. പ്രതിഷേധിച്ച് ജീവനക്കാർ. അഞ്ചരക്കണ്ടി പഞ്ചായത്തിന് മാലിന്യമുക്തം പ്രഖ്യാപനം നടന്നു. ഹരിത പഞ്ചായത്ത് കൈവരിക്കാൻ കടമ്പകൾ ഏറെയുണ്ടായതായി പ്രസിഡന്റ്. പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ.
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വീണ്ടും വാർത്തയിലേക്ക്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ആക്രമണം. മയ്യിൽ സ്വദേശി പവനന് പരിക്ക്. രാത്രി രോഗിയുടെ കൂടെ വന്നയാൾ വാക്കേറ്റത്തിനിടെ പിടിച്ചു തള്ളുകയായിരുന്നു. ആക്രമണത്തിൽ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അത്യാഹിത വിഭാഗത്തിലെ 4ാം നിലയിലേക്ക് പോകാൻ വന്ന ദമ്പതികളോട് പവനൻ പാസ് ചോദിച്ചു. ഇത് ഇഷ്ടമാകാതിരുന്ന യുവാവ് താനാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോ പാസ് കാണിക്കാൻ എന്നുകൊണ്ട് ആക്രോശിക്കുകയായിരുന്നു. പിന്നീട് യുവാവ് അസഭ്യവർഷം നടത്തിയപ്പോൾ ഈ ഭാഷയിൽ ഇവിടെ സംസാരിക്കാനാകില്ലെന്നും അതിക്രമിച്ച് കടക്കാനാകില്ലെന്നും പവനൻ മറുപടി പറഞ്ഞു. ഇതോടെ കൂടുതൽ പ്രകോപിതനായ യുവാവ് പവനനെ ആക്രമിക്കുകയും ആഞ്ഞു തള്ളുകയുമായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. അക്രമത്തിൽ പവനന്റെ വിരലിന് പരിക്കേറ്റു. സംഭവത്തിൽ സുരക്ഷാ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. പ്രതിയുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ചിക്കൻ വ്യാപാര രംഗത്ത് പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കോഴി മാലിന്യത്തിന് 5 രൂപയിൽ നിന്നും 10 രൂപയായി ഉയർത്തിയ നടപടി അംഗീകരിക്കില്ലെന്ന് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മട്ടന്നൂർ വിരാട് പ്ലാന്റിന്റെ ഏകപക്ഷീയ നടപടി അംഗീകരിക്കില്ല. ചിക്കൻ മാലിന്യം ജില്ലക്ക് പുറത്തേക്ക് കയറ്റിയേക്കാൻ അനുമതി തേടുമെന്നും ഇതിനായി നാളെ കലക്ടറെ കാണുമെന്നും കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ അറവ് മാലിന്യം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന റെൻഡറിംഗ് പ്ലാന്റിലേക്കാണ് എത്തിക്കുന്നത്. പ്ലാന്റുകൾ പ്രവർത്തിക്കാൻ റോ മെറ്റീരിയലായ ചിക്കൻ മാലിന്യത്തിന് എറണാകുളം ജില്ലയിൽ സൗജന്യമായും മലപ്പുറം ജില്ലയിൽ 3 രൂപ നിരക്കിലും വയനാട് ജില്ലയിൽ 4 രൂപ 50 പൈസ നിരക്കിലും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ 5 രൂപ നിരക്കിലും യൂസർ ഫീ നിശ്ചയിച്ചാണ് ചിക്കൻ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ക്ലീൻ വെഞ്ചേഴ്സ് റെൻഡറിംഗ് പ്ലാന്റ് ഇപ്പോഴും 5 രൂപ നിരക്കിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ജില്ലാ കലക്ടർ 2022 കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ 5 രൂപ നിശ്ചയിക്കുകയും തുടർന്ന് 6 മാസ കാലയളവിൽ വില കുറയ്ക്കുകയും ചെയ്യുമെന്ന ഉറപ്പിലാണ് പിരിഞ്ഞത്. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് മട്ടന്നൂർ വിരാട് പ്ലാന്റ് ഏകപക്ഷീയമായി 1 കിലോവിന് 10 രൂപ നൽകാതെ മാലിന്യം എടുക്കില്ലെന്ന് പറയുന്നത്. ഇതിനെതിരെ മാർച്ച് 19 കലക്ടറെ കണ്ട് കണ്ണൂരിൽ പുറത്തുള്ള കമ്പനികളിലേക്ക് ചിക്കൻ മാലിന്യം കൈമാറാൻ അനുമതി തേടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യം വർദ്ധിക്കുന്നതോടുകൂടി ഈ മാലിന്യത്തിന്റെ വില കുറക്കും എന്ന് പറഞ്ഞ റെൻഡറിംഗ് പ്ലാന്റ് ഉടമകൾ അതിൽ പ്രത്യേകിച്ച് ഏകപക്ഷീയമായി മട്ടന്നൂർ വീരാട് പ്ലാന്റ് 10 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അങ്ങനെ വർദ്ധിപ്പിച്ച് തരണമെന്ന് പറയുകയും ചെയ്യുകയും തൊട്ടടുത്ത ദിവസം തന്നെ മിക്ക സ്ഥാപനങ്ങളിൽ നിന്നും 10 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾക്ക് അംഗീകരിച്ച് പോകാൻ വേണ്ടി സാധിക്കുകയില്ല. കേരളത്തിലെ പല ജില്ലകളിലും 3 രൂപയും 4.50 5 രൂപയും അതോടൊപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിൽ വളരെ സൗജന്യമായിട്ടാണ് റെൻഡറിംഗ് പ്ലാന്റിലേക്ക് കോഴി മാലിന്യം എത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണക്കാരായ വളരെ ചെറിയ രീതിയിൽ വ്യാപാരം നടത്തുന്ന കോഴി വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്ക് കൂടി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ, ഭാരവാഹികളായ KM അക്ബർ, ഇസ്മായിൽ പൂക്കോം, ഷുക്കൂർ പാപ്പിനിശ്ശേരി, വിമൽ കൃഷ്ണ അഴീക്കോട് എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. എളയാവൂർ സൗത്ത് LP സ്കൂൾ 143ാം വാർഷികാഘോഷം സ്കൂളിൽ നടന്നു. ഉജ്ജ്വലം 2025 വാർഡ് കൗൺസിലർ ധനേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. എളയാവൂർ സൗത്ത് LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും ആ വിദ്യാർത്ഥികളുടെ കഴിവിനനുസരിച്ച് നല്ല രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും എളയാവൂർ സൗത്ത് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. 143ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. വാചാലം 2025 എന്ന പേരിൽ സ്കൂൾ കലാമേളയും, സജ്ജം 2025 എന്ന പേരിൽ സ്കൂൾ സ്പോർട്സ് ഡേയും, ഉജ്ജ്വലം 2025 എന്ന പേരിൽ വാർഷികാഘോഷ സമ്മേളനവും നടന്നു. സമ്മേളനത്തിൽ KG കോൺവൊക്കേഷൻ, വിജയോത്സവം എന്നിവയും ഉണ്ടായിരുന്നു. മാർച്ച് 28-ന് ചിന്മയം സ്കൂൾ പഠനോത്സവം അരങ്ങേറും. KG ഫെസ്റ്റും ഒപ്പം നടക്കും. ഉജ്ജ്വലം 2025-ന് എളയാവൂർ സൗത്ത് LP സ്കൂൾ PTA പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ UK ബാലചന്ദ്രൻ, P സുദിന, കണ്ണൂർ നോർത്ത് ഉപജില്ലാ AEOC പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. KG graduate of
കണ്ണൂർ നോർത്ത് BPC KC സുധീർ പ്രതിഭകളെ അനുമോദിച്ചു. മാനേജർ ദിദീഷ് കെ സമ്മാനദാനം നിർവഹിച്ചു. VD ജയരാജൻ, P രാഗിണി, പുത്തലത്ത് രവീന്ദ്രൻ, C പ്രദീപൻ, MK ഷീജിത്ത്, ഉദയകുമാർ K എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഉജ്ജ്വലം കലാസന്ധ്യയും അരങ്ങേറി. മാർച്ച് 28-ന് രാവിലെ 10 മണി മുതൽ സ്കൂൾ അങ്കണത്തിൽ KG ഫെസ്റ്റ് അരങ്ങേറും. ചിന്മയം 2025 എന്ന പേരിൽ പഠനോത്സവവും നടക്കും. പഠനോത്സവം ഉച്ചയ്ക്ക് 2 മണി മുതൽ പെരിങ്ങളായി വയലിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടി കാപ്പാട് ഡിവിഷൻ കൌൺസിലർ K നിർമ്മല ഉദ്ഘാടനം ചെയ്യും. P അനാമിക, ആരവ് ഷീജിത്ത്, വൈഗ ഉദയൻ, ആഗ്നേയ് C, അദ്വിക് ഷൈജു, ഇഷിക വിനോദ്, ത്രിലോക് K തുടങ്ങിയവർ സംസാരിക്കും. പഠനോത്സവ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെൽക്കം ഡാൻസ്, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഇംഗ്ലീഷ് സ്കിറ്റ്, ഹൃദയാരോഗ്യം ക്ലാസ്, വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ, ബോധവൽക്കരണ ക്ലാസ്, ബഹിരാകാശത്ത് ഇന്ത്യ, ജലമലിനീകരണം പരിഹാര മാർഗങ്ങളും, സ്പോർട് ക്വിസ്, വായ്ത്താരി, ഇംഗ്ലീഷ് പ്രസന്റേഷൻ തുടങ്ങി വിവിധ പരിപാടികളും അരങ്ങേറും. സിറ്റി ന്യൂസ് കണ്ണൂർ. AKPS സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ 25ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണ വിതരണം നടത്തി. ആർദ്രം 2025 ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്ന ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാന്റെ 25ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിൽ കഴിയുന്ന അനാഥർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയത്. ആർദ്രം 2025 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന വെൽഫെയർ ഫണ്ട് ജനറൽ കൺവീനർ രജീഷ് PTK, സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള, പീപ്പിൾ ഫൗണ്ടേഷൻ മാനേജർ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, കണ്ണൂർ മേഖലാ പ്രസിഡന്റ് രാകേഷ് ആയിക്കര എന്നിവർ സംസാരിച്ചു. നമ്മുടെ പൊതുസമൂഹവുമായി ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടപെട്ടു പോകുന്ന സംഘടന എന്ന രീതിയിൽ തന്നെ തീർച്ചയായും തെരുവിൽ കഴിയുന്ന അനാഥർക്ക്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് സ്വാഗതവും ട്രഷറർ വിതിലേഷ് അനുരാഗ് നന്ദിയും പറഞ്ഞു. ജില്ലാ സഹഭാരവാഹികളായ അബ്ദുൾ മുത്തലിബ്, പവിത്രൻ മൊണാലിസ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപനം അഞ്ചരക്കണ്ടി ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒട്ടേറെ വെല്ലുവിളികളും ഒട്ടേറെ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഓരോരോ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നാളിതുവരെയായി ചെയ്തു പോന്നിട്ടുള്ളത്. നമ്മുടെ ടൗണുകളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ ഹരിത പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹരിത സ്ഥാപനങ്ങൾ, നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. എല്ലാ സ്കൂളുകളെയും ഹരിത സ്കൂളുകളായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ അംഗനവാടികൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി നമ്മൾ പ്രഖ്യാപിക്കുകയും അങ്ങനെ പഞ്ചായത്ത് തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM മാത്യു സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് സെക്രട്ടറി PV സുനീഷ് റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്, T പ്രസന്ന, TV സീത ടീച്ചർ, M രമേശൻ, PM മോഹനൻ മാസ്റ്റർ, CK അനിൽകുമാർ, ലതാ കാണി, അശോകൻ മാസ്റ്റർ, KK ജയരാജൻ മാസ്റ്റർ, മാമ്പറത്ത് രാജൻ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, PP രാജൻ, E സീമ തുടങ്ങിയവർ സംസാരിച്ചു. ബസ്സിൽ യാത്രക്കാരന്റെ 1,00,000 രൂപ കവർന്നു. പ്രതിയെ തലശ്ശേരി പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ ഇരിക്കൂർ പെരുമ്പറമ്പിലെ കോട്ടക്കുന്നുമ്മൽ ജാഫറിനെയാണ് പിടികൂടി ജയിലിൽ അടച്ചത്. മയ്യലിൽ നടന്ന അടിപിടി കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ബസ് കേന്ദ്രീകരിച്ച് പോക്കറ്റടി നടത്തിയതിനാണ് കഴിഞ്ഞ ദിവസം പിടിയിലായി ഇരിക്കൂർ പെരുമ്പറമ്പിലെ കോട്ടക്കുന്നുമ്മൽ ജാഫറിനെ റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് യാത്രക്കാരന്റെ 50,000 രൂപ ഇയാൾ പോക്കറ്റടിച്ചിരുന്നു. ഈ സംഭവത്തിൽ തലശ്ശേരി CI ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലാണ് ജാഫറിനെ അറസ്റ്റ് ചെയ്തത്. മയ്യിലെ അടിപിടി കേസിലും കണ്ണൂർ ടൗണിലെ കവർച്ച കേസിലും പ്രതിയാണ് ഇയാൾ. 5 സ്റ്റാർ പദവി ലഭിച്ച സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന് പൗരാവലിയുടെ ആദരവ്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് പൗരാവലി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള വയോജന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷന് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു.
സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ അത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പല സന്ദർഭങ്ങളിലായി അതിൻ്റെ സാന്നിധ്യം നല്ല നിലയിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ ആ രൂപതയ്ക്ക് അപ്പുറവും അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇവിടെ കിടക്കുന്നത്. ഈ ബാംഗ്ലൂരിൽ ഇപ്പോൾ മന്ത്രിയും ജില്ലാ കളക്ടറും അതുപോലുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ അടങ്ങിയ ഒരു സമിതി തന്നെ ഈ റെസിഡൻസ് അസോസിയേഷനെ അനുമോദിച്ചിരിക്കുകയാണ്, ആദരിച്ചിരിക്കുകയാണ്. ജില്ലാ ശുചിത്വ മിഷനും ഹരിത മിഷനും സംയുക്തമായി നടത്തിയ ഗ്രേഡിംഗിൽ 5 സ്റ്റാർ പദവി ലഭിച്ച സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷനാണ് പൗരാവലി ആദരിച്ചത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് പൗരാവലി അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലുള്ള വയോജന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷന് സ്വീകരണം നൽകി. CK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ KC വിജയൻ, കൃഷ്ണൻ എന്നിവരാണ് ആദരവ് നൽകിയത്. R അനിൽകുമാർ, ശശിധരൻ മാസ്റ്റർ, KC ശ്രീനിവാസൻ, K രവീന്ദ്രൻ, ജിഷ്ണു, ദാസൻ മാസ്റ്റർ, പത്മനാഭൻ, PV സുരേഷൻ, ശ്രീലത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പങ്കജ പുരുഷോത്തമൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പങ്കെടുത്ത മുഴുവൻ പേർക്കും പായസ വിതരണവും നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ. പ്രതിബന്ധുവായ 12കാരി പിന്നിൽ സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയം. ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റിക്ക് മർദ്ദനം, അക്രമം. യുവാവിനോട് പാസ് കാണിക്കാൻ പറഞ്ഞ വിരോധത്തിൽ അസഭ്യവർഷവും കയ്യാങ്കളിയും. ജീവനക്കാരൻ പവനന്റെ കൈവിരലൊടിഞ്ഞു. പ്രതിഷേധിച്ച് ജീവനക്കാർ. അഞ്ചരക്കണ്ടി പഞ്ചായത്തിന് മാലിന്യമുക്തം പ്രഖ്യാപനം നടന്നു. ഹരിത പഞ്ചായത്ത് കൈവരിക്കാൻ കടമ്പകൾ ഏറെയുണ്ടായതായി പ്രസിഡന്റ്. പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.